സഞ്ജു ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ എടുക്കാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴിതാ സഞ്ജുവിനെ എടുക്കാത്തതിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് കേരളത്തിൽ. നാളെയാണ് ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനം. കേരളത്തിലെ തിരുവനന്തപുരത്താണ് മത്സരം നടക്കുന്നത്. കളി ആരാധകർ ബഹിഷ്കരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 22,000-ലധികം ടിക്കറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെ കൂടി 5,000 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. ആരാധകർ കളി കാണാൻ വരാത്ത മട്ടാണ്. നേരത്തെ ടിക്കറ്റിന്റെ വില പെട്ടെന്ന് കൂട്ടിയിരുന്നു. മുകളിലെ ടിക്കറ്റിന് 2,800-ഉം അതുപോലെ താഴത്തെ ടിക്കറ്റിന് 1,500-ഉമാണ്. ടിക്കറ്റിന് പൈസ കൂട്ടിയതും അതുപോലെ തന്നെ സഞ്ജുവിനെ ടീമിലെടുക്കാത്തതും മലയാളി ആരാധകരെ ചൊടിപ്പിച്ചു. ഭൂരിഭാഗം പേരും നാളത്തെ മത്സരം കാണാൻ വരില്ലെന്നാണ് റിപ്പോർട്ട്. സാധാരണ തിരുവനന്തപുരത്ത് ഒരു മത്സരം വന്നാൽ വലിയ ആഘോഷത്തോടെയാണ് ക്രിക്കറ്റ് ആരാധകർ അതിനെ വരവേൽക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് കളി വന്നപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് സഞ്ജുവിൻ്റെയും ധോണി, രോഹിത് കോഹ്ലി തുടങ്ങി എല്ലാ താരങ്ങളുടെയും ഫ്ലക്സ് വെച്ചിരുന്നു. വലിയ ആഘോഷമായിരുന്നു കേരളത്തിൽ. എന്നാൽ ഇപ്പോൾ നാളത്തെ മാച്ചിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നില്ല. സ്റ്റേഡിയത്തിന് പുറത്ത് യാതൊരു ആഘോഷവുമില്ല. ക്രിക്കറ്റ് ആരാധകർ കളി ബഹിഷ്കരിച്ച മട്ടാണ്. ഇന്നലെ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജുവിനെ എടുത്തില്ല. ഇത് ആരാധകരെ ചൊടിപ്പിച്ചു. സഞ്ജുവിനെ എടുക്കാത്ത ഇന്ത്യൻ ടീമിന്റെ കളി തിരുവനന്തപുരത്ത് കാണില്ലെന്നാണ് ആരാധകർ പറയുന്നത്. നിലവിൽ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്. സഞ്ജുവിനെ വലിയ സപ്പോർട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ കൊടുക്കുന്നത്. സഞ്ജുവിനെ മൊത്തത്തിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് BCCI. ഏകദിനത്തിൽ മികച്ച സ്ട്രൈക്ക് റേറ്റോടെ സഞ്ജു ബാറ്റ് ചെയ്തിട്ടുണ്ട്. 2022-ലെ സഞ്ജുവിൻ്റെ ഏകദിന പെർഫോമൻസ് നോക്കിയാൽ അത് മനസ്സിലാക്കാം. എന്നിട്ടും സഞ്ജുവിനെ ഒരു മാച്ചിൽ പോലും കളിപ്പിക്കുന്നില്ല. ഇത്തവണ ഏകദിന വേൾഡ് കപ്പാണ്, അതുകൊണ്ട് സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ലോകകപ്പിൽ കളിപ്പിക്കുന്നില്ലെങ്കിൽ T20 സ്ക്വാഡിലെങ്കിലും എടുക്കാമായിരുന്നു. രണ്ടിൽ നിന്നും ഒഴിവാക്കിയത് വളരെ മോശമായി പോയി. എന്തായാലും നാളത്തെ തിരുവനന്തപുരത്തെ മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.